ഹായ് ഡിയേഴ്സ്, അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നാളെ ഇന്ന് 20-ാം തീയതി നവംബർ 21 താനീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഓള് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ബലൂൺ ഭയങ്കര ഇഷ്ടം. അപ്പോൾ നമ്മളെന്നാ വേണ്ടതെന്ന് ചോദിച്ചാൽ എന്നാ പറഞ്ഞതെന്നാ സർപ്രൈസ് വേണം. അപ്പോൾ നമ്മൾ സർപ്രൈസ് എന്നുള്ള വർത്തമാനം കേട്ടാൽ നമ്മൾ ചപ്പാത്തി എന്തിനാ ചപ്പാത്തി എന്ന് അങ്ങനെ കേട്ട സർപ്രൈസ് എന്ന് കറക്റ്റ് പറയാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഇത് 3ാമത്തെ പിറന്നാൾ. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ സർപ്രൈസ് എനിക്ക് വേണം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു രാത്രിക്ക് അവൾ ഉറങ്ങുന്ന സമയത്ത് ഫുള്ള് ബെഡിൽ കുറേ ബലൂണും പിന്നെ ചോക്ലേറ്റും പിന്നെ ഗിഫ്റ്റും എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ആ ഒരു റിയാക്ഷൻ കാണാം. എന്തായാലും അതൊരു സർപ്രൈസ് ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ ഗിഫ്റ്റ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ അമ്മ പൈസ അയച്ചിന്, അപ്പോൾ അതൊരു ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നിശ്ചയിച്ച് പൈസ അയച്ചിന്, അപ്പോൾ അതിനെക്കൊണ്ടെല്ലാം കുറച്ച് സാധനം ഞാൻ വാങ്ങി സെറ്റാക്കി. പിന്നെ കുറച്ച് ഒക്കെ കിൻഡർ ജോയ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളങ്ങനെ വാങ്ങി കൊടുക്കലില്ല കിൻഡർ ജോയ്. അപ്പോൾ ഇന്ന് നാളെ ഒരു സ്പെഷ്യൽ ദിവസം ആയതുകൊണ്ട് കിൻഡർ ജോയ് വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനം. പിന്നെ പുതിയ ബ്രഷ്, കുറച്ച് വാച്ച് ഉണ്ട്. ഓക്ക് വാച്ച് കാണുന്നില്ല, നേരെ പറയുന്നത് എൻ്റെ വാച്ച് പോയേന്ന്. അപ്പം ഞാനൊരു വാച്ച് വാങ്ങിയിട്ടുണ്ട്. എല്ലാം ചെറിയ പൈസേൻ്റെ വാച്ചും അങ്ങനത്തെ കുറച്ച് സാധനം. അപ്പം ഞാൻ കാണിച്ചുതരാം. ഞാൻ പിന്നെ ഗിഫ്റ്റ് റാമ്പ് ചെയ്യുന്ന സാധനവും വാങ്ങിയിട്ടുണ്ട്. അപ്പം ഗിഫ്റ്റ് പൊതിഞ്ഞ് സെറ്റാക്കി വെക്കണം. അപ്പം കാണാം എന്തെല്ലാം സാധനം. അപ്പോൾ ഒരുവിധം എല്ലാ സാധനവും പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു സാധനം മറന്നുപോയി. ഞാനൊരു ചെരുപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് പാക്ക് ചെയ്യാം. ഇതിൽ കുറച്ച് ചോക്ലേറ്റും അങ്ങനെ എല്ലാം കണ്ടിട്ടില്ല നിങ്ങൾ. അപ്പം അത്രയേ ഉള്ളൂ സാധനങ്ങൾ, ചെറിയ സാധനങ്ങൾ. അതൊരു ഗിഫ്റ്റ് പാക്കറ്റാക്കിയിട്ട് ഓളെ കണ്ണൊപ്പിക്കാൻ വേണ്ടി പൊതിഞ്ഞതെന്ന് മാത്രം. അപ്പോൾ ഇനി ഈ ചെരുപ്പും കൂടി ഒന്ന് സെറ്റാക്കണം. അപ്പോൾ അതിന് എന്നോട് ഷീറ്റെല്ലാം പിടിച്ച് വെച്ച് ഇനി ചെരുപ്പ് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് ഈ ചെരുപ്പാട്ടോ ഞാൻ വാങ്ങിയിട്ട് എനിക്ക് ഡെയിലി അംഗനവാടി പോകുമ്പോൾ ഇടാൻ പറ്റിയിട്ടുള്ള സാധാ നോർമൽ ചെരുപ്പ് ഉണ്ടോ. പ്രത്യേകിച്ച് 200 എത്രയോ പൈസയുള്ളൂ. ശരി, അതാകുമ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അംഗനവാടിയിലെല്ലാം പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ദിവസമായി വാങ്ങി വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ അല്ല, ഇത് മറന്നു പോകേണ്ടത് ഇപ്പോൾ ഓർമ്മ വന്ന്. അപ്പോൾ ഇതും കൂടി പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി. ഇതിൻ്റെ ഉള്ളിയടിങ് അവൾ കാണാണ്ട് ഇപ്പം അംഗനവാടി പോയിട്ടാണ്. അപ്പോൾ 3 വയസ്സായാലും അംഗനവാടി പോകണ്ട. പക്ഷേങ്കിൽ ഇപ്പം പ്രവേശനോത്സവമല്ലേ നവംബർ 1. അപ്പോൾ അന്നേരം കുറച്ച് ദിവസം പോട്ടേ വിചാരിച്ചിട്ട് ടീച്ചർ പറഞ്ഞ് കൊണ്ടായിക്കോ പറഞ്ഞിട്ട് പോയതാണ്. അപ്പോൾ എല്ലാ ദിവസവും കരച്ചിലും കൊണ്ടാണ് പോകുന്നത്. നോക്കാം. അപ്പോൾ ഇതിന് പാക്ക് ചെയ്യട്ടെ കേട്ടോ. ചെരുപ്പും പാക്ക് ചെയ്ത് ഇനി രാത്രിയൊക്കെ ആക്കേണ്ട ബലൂണും സെറ്റാക്കി. ഇനി രാത്രിക്ക് നമ്മൾ കേക്കൊന്നുമില്ല, ജസ്റ്റ് രാത്രിയല്ല, എപ്പോഴാണോ അവൾ എണീക്കുന്ന ആ സമയത്ത് ഞാനൊരു ബ്രൗണ് വാങ്ങിയിട്ടുണ്ട്, ബ്രൗണി. അപ്പം അതിൻ്റെ അകത്ത് മെഴുകുതിരി കത്തിച്ചിട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിക്കും. എൻ്റെ മനസ്സിൽ അങ്ങനെയാണുള്ളത്. നോക്കാം. ഇപ്പം നാളെ രാത്രിയാണ് ബർത്ത്ഡേ. അംഗനവാടിയിൽ നിന്ന് ചെറിയൊരു കേക്ക് കട്ടിങ് എല്ലാം ഉണ്ട്. അതിന് ശേഷം രാത്രിക്ക് ഇവിടെ നമ്മൾ കുറച്ച് ആൾക്കാർ മാത്രം വിളിച്ചിട്ട് ചെറിയൊരു ചടങ്ങും കൂടി. അപ്പോൾ ഇനി രാത്രി എന്തെല്ലാം, ഇനി രാത്രിക്ക് ബലൂൺ വീർപ്പിക്കണം. ഇതെല്ലാം അവൾ കാണാണ്ട് എടുത്ത് വെക്കട്ടെ. കണ്ടു കഴിഞ്ഞാൽ സീനായില്ലേ, സർപ്രൈസ് പൊളിഞ്ഞില്ലേ. അപ്പോൾ കാണാണ്ട് എല്ലാം എടുത്ത് വെക്കട്ടെ. ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇപ്പോൾ 11:20 മേഡം നല്ല ഉറങ്ങുന്നു. ഞാൻ ഇപ്പുറത്ത് റൂമിൽ എല്ലാം സെറ്റാക്കി വെച്ച് ഇനി വേണ്ടത് ബലൂണെല്ലാം വീർപ്പിക്കണം. 12 മണിക്ക് വിളിച്ചുണർത്തിയാലോ, ഗിഫ്റ്റെല്ലാം കൊടുത്താലോ എന്ന് വിചാരിക്കും. രാവിലത്തേക്ക് കേൾക്കണം. നോക്കാം. നമുക്ക് 12 മണിക്ക് ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ട്
കാണിച്ചു കൊടുക്കാം. ഓക്കെ, പിന്നെ ഞാൻ ബലൂണെല്ലാം വീർപ്പിക്കട്ടെ കേട്ടോ. ഗിഫ്റ്റെല്ലാം സെറ്റാണ്. അവളെ അപ്പം വന്നേരം ഡ്രസ്സും കാര്യങ്ങളും എല്ലാം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നാളെ ബർത്ത്ഡേക്ക് വരില്ല, സ്വാമിയാണ്, അതുകൊണ്ട് ഇവിടെ കയറാൻ പറ്റാത്ത സെറ്റാക്കി. പതിനൊന്ന് 40 ഇനി കുറച്ച് സമയം കൂടിയുള്ളൂ. ഉറങ്ങുന്നതാണോ എണീപ്പിക്കേണ്ട ഒരു ഇതേ ഉള്ളൂ. പക്ഷെ നോക്കാം നമുക്ക്. രാവിലെ 7 മണിക്ക് അമ്പലത്തിൽ പോകണമെന്നല്ല പറഞ്ഞു. ഞാൻ പോകുന്നില്ല, അമ്മയും അച്ഛനും എല്ലാം പോകുന്ന അമ്പലത്തിൽ. അമ്മയും അച്ഛനും താനിയും കൂടി പോകുന്നുണ്ട്. ഞാൻ പോകുന്നില്ല കേട്ടോ. പൂർവ്വം 3 പോട്ടെ. അതെല്ലാം സെറ്റാക്കട്ടെ. ഉള്ള സർപ്രൈസ് ഒന്നൊന്നര സർപ്രൈസ് ആക്കട്ടെ. ഇടം നല്ല ഉറക്കം. ഇതെല്ലാം ഇനി എടുത്തിട്ട് സെറ്റാക്കി വെക്കണം. അതിനൊരു 50 എന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ഉറക്കം കെട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാം കടി പിടിച്ചെത്താം. പിന്നെ ഞാൻ ഈ ബ്രൗണിയാണ് കേട്ടോ എടുത്ത് എന്നിട്ട് ക്യാൻഡിൽ കൊടുത്തിന്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് 3 ക്യാൻഡിൽ ഇതാക്കിയിട്ട് കത്തിക്കാം. ഓക്കെ, ഇത് ഫസ്റ്റ് ടൈം ഇങ്ങനെയെല്ലാം ചെയ്തു. നമുക്കോ ഇങ്ങനെ ഒരു കേക്ക് കട്ടിങ്ങില്ല. അപ്പം നമ്മൾ മൂക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് തെറ്റില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ചെറിയ ചെറിയ ഗിഫ്റ്റ് ഞാൻ കാണിച്ചിട്ടില്ലേ, എല്ലാം അത്യാവശ്യം ചെറിയ. ഇപ്പോൾ അവൾ അപ്പയും കൊണ്ടൊക്കെ കൊടുത്തിന് ഗിഫ്റ്റ്. അപ്പോൾ അതുമെല്ലാം ഞാൻ പാക്ക് ചെയ്തിന്. അതവൾ കണ്ടിന്, പക്ഷെ എന്നാലും ഞാൻ അപ്പടെ പിടിച്ച് വാങ്ങിയാണ്. ഒരു ബാർബി ഡോളുണ്ട്, അത് ഞാൻ പാക്കാക്കി വെച്ച് ഇവിടെ ഇടപ്പം ഇരുന്നോട്ടേ എന്ന് വെച്ചിട്ട്. വേറൊരു സാധനം കൂടിയുണ്ട്, പിന്നെ ഊതുന്നില്ലേ, ഇങ്ങനെ ഊതിയിട്ട് കളിക്കുന്ന, അതിൻ്റെ ഒപ്പരം മറ്റേ ഫാനും കൂടിയായിരിക്കും. അത് അതിൻ്റെ എല്ലാം വെള്ളമെല്ലാം തീർത്തിട്ട് ഒപ്പരം കിടക്കുന്നിടക്കെ ഉണ്ട് ഒരുമിച്ച് വെച്ചിട്ട്. അപ്പോൾ ഇതെല്ലാം ഇനി സെറ്റാക്കി വെക്കുക. അവളെ സർപ്രൈസ് നമുക്കൊരു സർപ്രൈസ് ആക്കാമല്ലോ. ഓക്കെ, എണീക്കോ ഇല്ലയോ, ദേഷ്യം വരുമോ എന്നൊന്നും അറിയില്ല. നല്ല ഉറക്കം. എല്ലാ സാധനവും അവിടെ സെറ്റായി. ഇനി ഇത് കവർ പൊളിച്ചിട്ട് മെഴുകുതിരി കുത്തി വെച്ചിട്ട് പോവാം. കത്തിച്ചിട്ട് നമുക്ക് പോവാം. - 11:56 ഇനി 4 മിനിറ്റും കൂടിയുണ്ട്. എങ്ങനെയായിരിക്കും പ്രതികരണം എന്നറിയാത്തതുകൊണ്ട് ഒരു പേടി ഇല്ലാതില്ല. അപ്പോൾ 12 മണിയായി. ഇനി നമുക്ക് മെഴുകുതിരി കത്തിച്ച് ലൈറ്റ് ഓഫ് ആക്കാം, എന്നിട്ട് ഓളെ വിളിക്കാം. ഓക്കെ, താനിക്കുട്ടി ഹാപ്പി ബർത്ത്ഡേ. ഊതി ഹായ്. ഒന്നും കൂടി. അപ്പോൾ ക്യാൻറ്റീനെല്ലാം ഊതി. അപ്പോൾ കേക്ക് അതിൻ്റെ ഒന്ന് എടുക്കാനുള്ളത് തന്ത്രപ്പാടില്ലാന്ന് വായിലിട്ട് ഞാൻ പറഞ്ഞ എനക്കും കൂടി ഒന്ന് വായിൽ വെച്ചതാ താനിന്ന് പറഞ്ഞേ. അപ്പോൾ ഫസ്റ്റ് ഇതാ വായിൽ വെക്കുക നോക്കുമ്പോൾ അതെടുത്തിട്ട് ഓള് തന്നെ വായിൽ വെച്ച്.
അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വായിൽ വെച്ച നല്ല അടിപൊളി ബ്രൗണി കേട്ടോ, സൂപ്പർ. അപ്പം അത് കേക്ക് ഫുൾ എങ്ങനെയല്ലോ കടിച്ച് മുറിച്ചങ്ങ് തീർത്ത് പിന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് എല്ലാ ഗിഫ്റ്റും എന്തെല്ലാം ഇത് അങ്ങനെയാണ് നോക്കുന്നത്. അപ്പോൾ ഇനി നല്ല ചുമയാട്ടോ എൻ്റെ മൂക്ക്, മരുന്നെല്ലാം കൊടുത്തിന്. ഇത് രണ്ടും നോക്കി നോക്കി വെക്കുന്നുണ്ട്, അതിലേതാ ഫസ്റ്റ് എടുക്കേണ്ടത് എന്നുള്ള രീതിക്ക്. അപ്പോൾ ഫസ്റ്റ് മഞ്ചാട്ട എടുത്ത്, ചോക്ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ഭയങ്കര ഇഷ്ടമാണല്ലോ എൻ്റെ മൂക്ക്. ഇപ്പോൾ മഞ്ച് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ തന്നെ മഞ്ച വാങ്ങിക്കൊടുക്കുക. വേറെ കിറ്റ്കാറ്റും ഡയറി മിൽക്ക് അതൊന്നും കുറവാണ്. നമുക്ക് ലാഭം 5 റുപ്യേൻ്റെ മഞ്ചായതുകൊണ്ട് പ്രത്യേകിച്ച് അത് തന്നെയാണ് വാങ്ങിക്കൊടുക്കൽ. അപ്പോൾ ഇത് കിൻഡർ ജോയ് ഞാനിങ്ങനെ പൊളിച്ചു കൊടുക്കും, ബാക്കിയോള് പൊളിക്കലാണ് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷമാണ് കിൻഡർ ജോയ് ആയതുകൊണ്ട്. കാരണം അവർക്ക് ഇഷ്ടമാണ് കിൻഡർ ജോയ്, ഒന്നും തിന്നാനൊന്നും ഇല്ലെങ്കിലും അതൊരു ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കിൻഡർ ജോയ്. അപ്പോൾ ഇത് വാച്ചാണോ അല്ല ബ്രഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. തനിക്കൊരു അടിപൊളി ബ്രഷ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയെങ്കിലും പൊട്ടിക്കണം അങ്ങനെ ഒരു രീതിക്ക്. അപ്പോൾ അതും ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ മൂക്ക്, പല്ല് തേക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ബുക്കാട്ടോ, ബുക്കല്ല, ഇങ്ങനെ കാർഡ്, അമ്മ അച്ഛൻ അമ്മ അങ്ങനെ ആന ആ ഒരു ടൈപ്പില്ലേ ഫ്ലാഷ് ബുക്ക്. അപ്പോൾ അതാട്ടോ ഇത് ഇപ്പം ഡെയിലി വായിക്കലെല്ലാം ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വായിക്കലെല്ലാം ഉണ്ട്. അപ്പോൾ അത് തുറന്നു നോക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഞാൻ പറഞ്ഞൊന്ന് തുറന്ന് നോക്ക് അപ്പോൾ എന്നാന്നെല്ലാം പറഞ്ഞു തരാൻ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞതാണ്. പിന്നെ ഈ ഒരു സാധനം നിശ്ചയിച്ച് പൈസ ഞാൻ വാങ്ങിയത്, ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ മൂക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എങ്ങനെയാണ് പൊളിക്കേണ്ടത് തീരുന്നില്ല, ആ ഒരു ഇതിൽ നോക്കി നിന്ന്. പിന്നെ ഞാനൊരു വാച്ച്, അതും എൻ്റെ മൂക്ക് ഇഷ്ടമായിരുന്നു, നന്നായിട്ട് ഇഷ്ടമായിരുന്നു. നമുക്ക് ഇഷ്ടമാണ് വാച്ച് കെട്ടി നടക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ പിന്നെ പൊളിക്കാൻ. പിന്നെ ഇത് ദീദി ഡ്രസ്സിന് പൈസ തന്നിന്, അപ്പോൾ ദീദി വരാത്തതുകൊണ്ട് ഡ്രസ്സ് ഞാൻ വാങ്ങിച്ച്. ഇതായിട്ട് ഡ്രസ്സ് ഒക്കെ പൊതുവേ ഇങ്ങനെ ഷോർട്ട്സാണ് ഇഷ്ടം, അതുകൊണ്ടാണ് ഷോർട്ട്സ് വാങ്ങുന്നത്. പൊതുവേ അതാണ് ഇഷ്ടം. അപ്പോൾ അതെല്ലാം കേട്ട് ഒരു ഉമ്മ തരുന്നത് എൻ്റെ മോളെനക്ക്, പിന്നെയും പൊളിക്കാൻ നോക്കുന്നതാണ്. ഇത് ചെരുപ്പാണ്, ചെരുപ്പ് ഭയങ്കര ഫ്ലോപ്പായിപ്പോയി. എന്താണെന്ന് വെച്ചാൽ ഓളെ 4 സൈസ്, ഞാൻ 5 വാങ്ങിയത്, പക്ഷേങ്കിൽ അത് അവൾക്ക് ഇടാൻ പറ്റുന്നില്ല, ചെറുതായിപ്പോയി. എന്തോ കാലിൽ കയറാനിട്ടാണോ എന്നാണെന്നറിയില്ല. അപ്പോൾ ഇത് നമ്മൾ കുഞ്ഞിപ്പെണ്ണിന് സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ അനുശയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനുശയിച്ച് തനിക്ക് ഗിഫ്റ്റ് കൊടുത്ത കേട്ടോ. അപ്പോൾ ഞാൻ അതും പാക്കാക്കിയിട്ട്, ഇതാണ് ഓളെ അപ്പ കൊടുത്ത സാധനം, ബാർബി. ഇത് എങ്ങനെയല്ലോ തറച്ച് മുറിച്ച് എടുക്കാനുള്ള നോക്കി ഞാൻ പിന്നെ മാറ്റി വെച്ചത്. ഇത് അമ്മമ്മ പൈസ തന്നിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് വാങ്ങാൻ. അപ്പോൾ അതും ഒരു ഡ്രസ്സ് ഞാൻ തന്നെയാണ് വാങ്ങിയത്, പൈസ അമ്മമ്മ തന്നു, ഞാൻ വാങ്ങി, അത്രയാണ്. അപ്പോൾ ആ ഡ്രസ്സും നോക്കലാണ്, അതും ഇഷ്ടമാണ്. ഞാൻ പൊതുവേ ഒക്കെ എടുക്കുമ്പോൾ ചെറിയ ഒരു ഉടുപ്പ് പോലത്തെ അങ്ങനത്തെ ഞാൻ എടുക്കലേ ഇല്ല. ഓക്കിങ്ങനെ ബനിയൻ, കുഞ്ഞ് ഷോർട്സ്, അങ്ങനെ. ഇപ്പോൾ അംഗനവാടി പോകുമ്പോൾ പറ്റിയ പോലത്തെ ഡ്രസ്സാട്ടോ, ഞാൻ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഡ്രസ്സാട്ടോ വാങ്ങിയത്. അംഗനവാടി പോകുമ്പോൾ ഒരുപാട് വേണ്ടേ. അപ്പോൾ ഇത് ആദ്യമേ ദീദിയുടെ വാങ്ങിക്കൊണ്ടുവച്ചത്, അത് ഞാൻ ഒരു ഗിഫ്റ്റാക്കി വെച്ചെന്ന് മാത്രം, ക്ലിപ്പ്. അത് എൻ്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പിന്നെ ഇത് ചോക്ലേറ്റ്, ബർത്ത്ഡേക്ക് എന്തായാലും ചോക്ലേറ്റ് വേണമല്ലോ, അപ്പോൾ അത് ഞാൻ പാക്കാക്കിയത്. ഇത് കുറേ ചോക്ലേറ്റ്, കുറേയല്ല, കുറച്ച് കിറ്റ്കാറ്റും ഡയറി മിൽക്കും അങ്ങനെ, അതും ഇഷ്ടമായി. അത് ചോക്ലേറ്റെല്ലാം ഒരു ചെറിയ സ്ഥലത്താണ് വെക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റെല്ലാം കഴിഞ്ഞ് കേട്ടോ. പിന്നെ വേറെ പിറന്നാളിൻ്റെ അന്ന് കുറച്ച് ഗിഫ്റ്റ് കിട്ടീന്, അത് ഞാൻ പിന്നത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ എനിക്ക് ഹഗ് തരുന്ന കേട്ടോ ഇത്.
ഹഗ് കിട്ടി, ഉമ്മ കിട്ടി. പിന്നെ ഉമ്മ തരുന്ന്. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് കിൻഡർ ജോയ് പൊളിക്കലാട്ടോ. അന്നേരം തന്നെ കിൻഡർ ജോയ് പൊളിക്കണം. പക്ഷെ ഫസ്റ്റ് തന്നെ എനിക്ക് കിട്ടിയപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായി. ഫസ്റ്റത്തത് ബൈറ്റ് എനിക്കാണ് തന്നത്. അപ്പോൾ താനും കഴിച്ചു. അപ്പോൾ ഇതാണ് സർപ്രൈസ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.